എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം അറേബ്യൻ സിംഫണിയിലേക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ കാണാനും കേൾക്കാനായിട്ടല്ലേ. ഇന്നെന്തായാലും ഞാൻ ഒരുപാട് നല്ല ഒരു എനർജി ഉള്ള നല്ല ഉഷാറുള്ള ഒരുപാട് പല 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 തരത്തിലുള്ള സംഗീതങ്ങളൊക്കെ കൈമുതലാക്കിയിട്ടുള്ള ഒരു ഉഗ്രൻ സിംഗറിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഇപ്പോൾ മാപ്പിളപ്പാട്ടായിക്കോട്ടെ, പഴയ ഹിന്ദി പാട്ടായിക്കോട്ടെ, പുതിയ ഹിന്ദി പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള 80s 90s ഹിന്ദി, തമിഴ്, മലയാളം എന്തായാലും ആയിക്കോട്ടെ, എല്ലാവരും കൈ നോക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ഉഗ്രൻ സിംഗറാണ് അദ്ദേഹം. മൈലാഞ്ചി എന്ന റിയാലിറ്റി ഷോവിന്റെ വിന്നറായിരുന്നു. ഒപ്പം മാപ്പിളപ്പാട്ടിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു സിംഗറുടെ വേറെ പല 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 തലങ്ങളിലേക്കുള്ള സംഗീതത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് കപ്പാട്. ആസിഫ്, വെൽക്കം. ഡോൺ വെൽക്കം. ആസിഫേ, എല്ലാവരും പറയാം ആസിഫ് മാപ്പിളപ്പാട്ടിന്റെ ഉസ്താദാണെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മൈലാഞ്ചി വിന്നറാണ്, വിട്ടു, ആ ടൈറ്റിൽ ഞാൻ തന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ഉദിത് നാരായണന്റെ ഒരു നല്ല സോങ് ഇൻട്രോ പാടിക്കൊണ്ട് വരാം. चांद छुपा बादल में, शर्मा के मेरी जाना, सीने से लग जा तू, पलका के मेरे जाना, गुमसुम सा है, गुपचुप सा है, मदहोश है, खामोश है, ये समा है, समा कुछ और है। ओ ओ ओ चांद छुपा बादल में, शर्मा के मेरे जाना. സൂപ്പർ സൂപ്പർ സൂപ്പർ. എപ്പോഴും ആസിഫിന് ഇൻട്രോന് പറ്റിയൊരു പാട്ട്. ഒരുപാട് പാട്ടുകളുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് സ്റ്റേജില് ഇൻട്രോയില് തുടക്കം. അതെ അതെ അറിയാം. ആസിഫ് കാപ്പാട്, അവിടെ തന്നെയാണ് ജനിച്ച് വളർന്ന്, കപ്പാട്ടുകാരുടെ സ്വന്തം പാട്ടുകാരൻ അല്ലെ. വീട്ടില് സംഗീതമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പാട്ടിന്റെ തുടക്കം എന്നാ ചോദിച്ചത്? ചെറുപ്പം മുതലേ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഉമ്മാന്റെ പാട്ടുകളും എൻ്റെ പ്രിയപ്പെട്ട അമ്മാമ്മമാരുണ്ടല്ലോ, മാമ്മമാരൊക്കെ പാട്ട് കേട്ടിട്ടാണ് ശരിക്കും ഈ പാട്ടിനോടുള്ള ഒരു ഇത് തുടങ്ങുന്നത്, ഇതിന്റെ ടേസ്റ്റ് കൂടിയത്. പിന്നെ ഉമ്മ നന്നായിട്ട് പാടും. പിന്നെ ഉപ്പ എൻ്റെ ചെറുതിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് ഒരു 1.5 വയസ്സുള്ള സമയം മുതലേ മരണപ്പെട്ടുണ്ട്. അപ്പം ഉപ്പാന്റെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ പാട്ടിനോടുള്ള ടേസ്റ്റ് കൊണ്ട് പണ്ട് റെക്കോർഡ്, ഈ സെറ്റൊക്കെ ഇല്ലേ ഗ്രാമഫോണുകൾ, ആ റെക്കോർഡ് വെച്ചു പോവും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ഒരുപാട് ആളുകൾ പറഞ്ഞു തരും. ആ പാട്ടുകൾ എനിക്ക് പിന്നീട് കേൾപ്പിച്ചു തരികയും ചെയ്യും. ഇവര് സുഹൃത്തുക്കളൊക്കെ തന്നെ വന്നിട്ട് അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. എൻ്റെ ഉപ്പാന്റെ ഓർമ്മകളിലൂടെ ഉള്ള ഒരു പാട്ടാണ്. സുഹൃത്തുക്കൾ ഒരുപാട് പാട്ടുകൾ പറഞ്ഞു തരാറുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സന്യാസിനി ഓ സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ ഉപ്പാട് ഇഷ്ടപ്പെട്ട പാട്ടുകളെന്ന് ഉപ്പാടെ ഫ്രണ്ട്സ് പറഞ്ഞ പാട്ടുകളുടെ കളക്ഷൻ അല്ലേ? ഒരുപാട് കളക്ഷൻ അങ്ങനെ. അതുപോലെ പ്രേമ ഭിക്ഷുകി, അതുപോലെ തന്നെ പിന്നെ സന്ധ്യമയും, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അന്നത്തെ ഒരു.
പിന്നെ ഉമ്മ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ പിന്നെ ആസിഫിനെ പഠിപ്പിക്കാനൊക്കെ നോക്കിയോ? പാട്ട് പഠിക്കാൻ പറ്റിയോ? പിന്നെ ഈ ചെറുതിലുള്ള ഈ പിന്നെ എന്താ പറയാ വളരെ കഷ്ടത അനുഭവിച്ചൊരു ലൈഫായിരുന്നല്ലോ. കാരണം വാപ്പാന്റെ മരണശേഷം പിന്നെ ഒക്കെ ആ പാവും ഉമ്മയും പിന്നെ എനിക്ക് പറയാതെ വയ്യ. കാരണം എൻ്റെ ഉമ്മാമ എന്ന് പറഞ്ഞ അത് എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ഒരു 5-6 വർഷമായി. ആ ഉമ്മാമയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മ തന്നെ ഞാൻ പറയും. ഉമ്മയെ പോലെ തന്നെ ഉമ്മയേക്കാൾ കൂടുതൽ ഞങ്ങളെ മക്കളെ എല്ലാവരും ഒരേപോലെ സ്നേഹിച്ചു. എന്താ പറയാ, അത്രത്തോളം സ്നേഹം തന്ന ഒരു ഉമ്മാമയാണ്. ആ ഉമ്മാമന്റെ ഒരു വിടവ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ഉമ്മാമ തന്നെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഉമ്മ കണ്ടില്ലേ ആസിഫ് എന്നിട്ട് ഇങ്ങനെ പാട്ടിൽ വന്നതും ഇങ്ങനെ ഇതൊക്കെ കിട്ടി അതൊക്കെ കണ്ടിട്ടല്ലേ ഉമ്മ? ഞാൻ പാടുന്നതും എന്നെ പാട്ടിലും എന്നെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഒരു ഉയർച്ചയും എൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഇത്ര ഒരു ഈ മൈലാഞ്ചിയിലൊക്കെ വിന്നറായതിനു ശേഷമൊന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷമാണ് ഉമ്മാമ മരണപ്പെടുന്നത്. അപ്പം എൻ്റെ ഈ ഒരു സന്തോഷത്തിലും ഈ ഒരു ഉയർച്ചയിലൊക്കെ ഉമ്മാമ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം കൂടിയുണ്ട് എനിക്ക്. ഇപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണത്. കാരണം എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബം എനിക്ക് തന്ന ഒരു സപ്പോർട്ടും സ്നേഹവും അവർ തരുന്ന പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഒരു കലാകാരൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണ്. ആസിഫിന്റെ അറിയാം, നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആസിഫിന്റെ സ്റ്റേജിലൊക്കെ അത്ര പെർഫെക്റ്റ് ആണ് പെർഫോമൻസും ആ ഒരു പിച്ചിങ്ങും ആസിഫ് ചെയ്യണ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ബാക്കിയൊന്നും കള്ളത്തരങ്ങളോ ഒന്നും തന്നെയല്ല. ഇപ്പോഴത്തെ ഈ ഒരു സമയം നമുക്കറിയാം സ്റ്റേജ് ഷോസിലൊക്കെ എന്തെല്ലാം കള്ളത്തരങ്ങളും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്താ ഉള്ളത്, പച്ചയായിട്ട് നമ്മൾ ആ സ്റ്റേജിൽ കാണിക്കുന്നത് വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് സിൻസിയർ ആർട്ടിസ്റ്റുള്ള ഒരാളാണ് ആസിഫ്. അപ്പോൾ അത് സന്തോഷമാണ്. ഉമ്മാമ പാടിപ്പിക്കുന്ന പാട്ട് എങ്ങനെയും ഓർമ്മയുണ്ടോ? ഉമ്മാക്ക് പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകൾ? ഇങ്ങനത്തെ ഉമ്മാമാക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഹിന്ദിയാണോ? പക്ക നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് ആണോ? ആസിഫിനോട് മാപ്പിളപ്പാട്ട് പാടിപ്പിക്കേണ്ടെന്ന് ആദ്യം വെച്ചു. പക്ഷെ ഉമ്മാമ്മയുടെ കാര്യം പറഞ്ഞ ശേഷം ഉണ്ട് എനിക്ക് പാടിപ്പിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും സുരലോകിയോ അങ്ങനത്തെ എന്തെങ്കിലും? ഉമ്മാമനെ കുറിച്ചിട്ട് ഉള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് CT കബീർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കബീർക്കായോട് പങ്കുവെച്ചപ്പോൾ കബീർക്കാക്ക് നല്ല എഴുത്തുകാരനാണ്. പിന്നെ ഒരുപാട് കോമഡി താരങ്ങൾ ഇപ്പം ഫിലിമിലൊക്കെ ഉണ്ട്. ഇപ്പം നല്ല റൈറ്ററാണ്. അപ്പം കബീർക്ക് എഴുതിയൊരു പാട്ടുണ്ട്, അത് പാടാം. ഞാനനാഥനെന്നും നിന്നിൽ സുബ്ഹാനെ തേടും കാരുണ്യത്തിനാ കുട്ടിക്കുപ്പായത്തിൻ കൊടുക്കുമിട്ട് കുട്ടിക്കാലത്തന്ന് പോകും നേരത്ത് കുട്ടിക്കുപ്പായത്തിൻ കൊടുക്കുമിട്ട് കുട്ടിക്കാലത്തന്ന് പോകും നേരത്ത് കൂട്ടുകാരി പറഞ്ഞു ഞാൻ യതീമെന്ന്. യതീമെന്നു കേട്ട് ഞാൻ പിടഞ്ഞെന്ന് കുട്ടിക്കുപ്പായത്തിൻ കൊടുക്കുമിട്ട് കുട്ടിക്കാലത്തന്ന് പോകും നേരത്ത് ജന്മം നൽകിയൻ ഉപ്പാ മറഞ്ഞു ദുഃഖം താങ്ങാതെ ഉപ്പാ പിരിഞ്ഞു. കുഞ്ഞു ഞാൻ പിറന്നതിൽ ശാപം ചൊരിഞ്ഞു. കുടുംബങ്ങളൊക്കെയും ദോഷം പറഞ്ഞു. ഉമ്മാമ മാത്രമെന്നെ കെട്ടിപ്പുണർന്നു. കുട്ടിക്കുപ്പായത്തിൻ കൊടുക്കുമിട്ട് കുട്ടിക്കാലത്തന്ന് പോകും നേരത്ത്
എനിക്കറിഞ്ഞൂടാ ആസിഫിന്റെ ഉമ്മ, പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു പോണതും ആ ഒരു എല്ലാ വിഷമത്തിലും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോഴാ ഒരു പ്രാർത്ഥന ഉണ്ടാവും തിരിച്ചും അതുപോലെ ഉമ്മക്ക് അല്ലേ. പിന്നെ ആസിഫ് തിരിച്ചു വരാം. ആസിഫ് ഒരുപാട് പ്രോഗ്രാമില് ഹിന്ദി പാട്ടുകൾ 90s 80s കൂടുതൽ പാടാറുണ്ട്. പക്ഷെ ഇപ്പൊ ആസിഫ് ഞാനിപ്പോ ഇടയ്ക്ക് ശ്രദ്ധിച്ച കുറെ സൂഫി ടൈപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം കുറച്ച് അതെങ്ങനെയാണ്? പിന്നെ ഞാനും അനിയനും പിന്നെ നമ്മുടെ ഹിന്ദി ഗാനങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ നിസാർ വയനാട് ചേർന്ന് ഞങ്ങൾ മൂന്നുപേരും ഒരു കാവ ബാൻഡ്, ഞങ്ങളൊരു ബാൻഡ് ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സുമി പറഞ്ഞ പോലെ 90s-ലെ 80s-ലെ സോങ്സിലുള്ള ഒരു ഡിഫറെന്റ് കളക്ഷൻ എടുത്തിട്ടുള്ള ഒരു ബാൻഡ് സെറ്റപ്പാണ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സോങ്സുകൾ. അപ്പം ഇപ്പൊ അതോടൊപ്പം തന്നെ ഞങ്ങള് സൂഫി ബേസ് ആയിട്ടുള്ള അതിൽ തന്നെ സൂഫി ബേസ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് അതിന്റെ ഒരു ഇതുണ്ട്, ഖവാലി സെറ്റപ്പ് ഉണ്ട്. അതിൽ ഇപ്പം കൂടെ അനിയനും ഉണ്ട്, അഫ്സൽ ബിലാലും ചേർന്നുണ്ട്. അറിയാം, സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് അഫ്സലിനെ. അഫ്സൽ ഇങ്ങനെ ഇരിക്കണെങ്കിലും ഇങ്ങനെ വരുന്നത് എത്ര ഹൈപ്പിച്ചൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നതാണ്. അഫ്സലിനെ എപ്പോഴെങ്കിലും ഒരിക്കലും കാണാൻ പറ്റട്ടെ ഇവിടെ. പിന്നെ അതെ, നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫൈനലിൽ പാടുന്ന ഒരു ആ സൂഫി ഒരു ടൈപ്പ് നമ്മൾ ഇവിടെ അൺപ്ലഗ്ഡിൽ നിങ്ങൾക്ക് പാടിത്തരും. അപ്പൊ നമുക്ക് തിരിച്ച് ആ ഒരു എ ആർ റഹ്മാൻ ഉദ്ജി അൽക്കാക്നിക്കിന്റെ ഒരു സോങ് നമുക്ക് ഡ്യുവറ്റ് ആയിട്ട് പാടാം. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് താലസെ താലുമില. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ആസിഫിന്റെ കൂടെ ചേർന്ന് ഡോണുമായിട്ട് ചേർന്ന് പാടാൻ പോയി. सावन ने आज तो मुझको भिगो दिया, हाय मेरे लाज ने मुझको डुबो दिया, सावन ने आज तो मुझको भिगो दिया, हाय मेरे लाज ने मुझको डुबो दिया, ऐसे लगी छड़ी सोचूं मैं खड़ी, कुछ मैंने खो दिया, क्या मैंने खो दिया, चुप क्यों है बोल तू, संग मेरे डोल तू, मेरे चाल से चाल मिला, ताल से ताल मिला, ओ ताल से ताल मिला. माना अनजान है तू मेरे वास्ते, माना अनजान हो मैं तेरे वास्ते, माना अनजान है तू मेरे वास्ते, माना अनजान हो मैं तेरे वास्ते, मैं तुझको जान लूं तू मुझको जान ले, आ दिल के पास आ, इस दिल के रास्ते, जो तेरा हाल है वो मेरा हाल है, इस हाल से हाल मिला, ओ ताल से ताल मिला, ओ ताल से ताल मिला, ताल से ताल मिला, ओ ताल से ताल मिला. സൂപ്പർ. ഇവിടെ വേറെ കണ്ടോണ്ടിരിക്കുന്നത് പറയട്ടെ, പക്ഷെ നമുക്ക് അങ്ങോട്ട് പറയാം. കൊള്ളായിരുന്നു, നന്നായിരുന്നു, ഒരുപാട് സന്തോഷം. ആസിഫ് പെട്ടെന്ന് ആ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തിരിച്ച് നമ്മൾ താല് വെച്ച് തിരിച്ചു വന്നില്ലേ, അതാണ്. പിന്നെ നമുക്ക് ഇനി ചോദിക്കാനുള്ളത്, ആസിഫ് എത്ര വയസ്സൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ സ്റ്റേജിൽ പാടി തുടങ്ങുന്നത്? ഞാൻ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെയാണ് നമ്മളെ തുടക്കം, എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു രമേശ് കാപ്പാട് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്, രമേശ് കാപ്പാട്, ഷമീജ്, കോയ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊരു ടീം സെറ്റപ്പിലുണ്ടായിരുന്നു, സർഗ കാപ്പാട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ടീമിൽ ഒരു ദിവസം ഞാൻ അവരെ
ജസ്റ്റ് അവരെ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവരെ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പം പിന്നെ എൻ്റെ നാട്ടുകാരാണ്, എനിക്ക് വളരെ അടുത്തറിയുന്ന ആളുകളാണ്. അപ്പം അവർ പാട്ടിനോട് എൻ്റെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം അവരെ കൂടെ കൂട്ടി. രമേശ് ചേട്ടനും ഷെമീജും ഒക്കെയാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഷെമീജാണ് ഇങ്ങനെ ഒരു കാസറ്റ് ഉണ്ടടാ, അങ്ങനെ കരോക്കെ എന്ന് പറയും, അത് കാസറ്റ് ഇട്ടാലും അന്ന് കാസറ്റ് ഓല കാസറ്റ് ഇല്ല നമ്മുടെ റീൽ കാസറ്റ്. അപ്പം ഇതിൽ വന്നിട്ട് എങ്ങനെ ഈ മ്യൂസിക് ഉണ്ടാവും, അതിന്റെ ബാക്കിൽ നോക്കിയിട്ട് പാടിയാൽ മതി, ആ പിച്ചിങ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്കുള്ള തുടക്കം. അപ്പം കൂടുതൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് നമ്മളെ ഷമീജ് തന്നെയാണ് ഇതിലെ. പിന്നെ അതിനുശേഷം പിന്നെ ഒരു അനീഷ് മാഷുണ്ട്, ഒരു എൻ്റെ നാട്ടിനടുത്ത് തന്നെ തുവക്കോട് അനീഷ് മാഷാണ്. ഞാനും എന്നൊരു പാട്ടുകാരനെ തിരിച്ചറിഞ്ഞ് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ പൂക്കാട് കലാലയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അതിലേക്ക് അവിടെയൊക്കെ അവസരം തന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരുപാട് ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സുനിൽ മാഷ്, കൃഷ്ണമോഹൻ മാഷ്, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിപ്പിച്ചു തരാനും തെറ്റുകൾ തിരുത്തി തരാനും പുതിയ ചെറിയ ചെറിയ വേദികളാണെങ്കിലും അങ്ങോട്ടല്ലേ. അപ്പൊ എല്ലാ മാഷന്മാരെയും നമ്മൾ ഓർക്കുന്ന ഒരുപാട്. പിന്നെ എൻ്റെ ഒരു ഗുരു ബാബു മാഷ്, കാഞ്ഞിരശ്ശേരി ബാബു മാഷ്. ഇപ്പൊ ഞാൻ മാഷെടുത്ത് കുറച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പഠനം വളരെ കുറവാണ്. പിന്നെ നമ്മളെ സാഹചര്യം, നമ്മളെ ജീവിതത്തിന്റെ ആ ഒരു പശ്ചാത്തലം വെച്ച് പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നു. നന്നായിരിക്കട്ടെ. നമുക്ക് സൂഫി പാട്ട് മലയാളികൾ അധികം കൈവയ്ക്കാത്ത ഒരു ഏരിയയാണ്. പിന്നെ നമ്മൾ ആ സ്റ്റേജ് ഷോയിലൊക്കെ നിങ്ങളെ പോലുള്ള പാട്ടുകാർ വരുമ്പോഴാണ് ഓക്കെ എന്നാ പിന്നെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലർ എടുത്താൽ പോകാത്ത പാട്ടാണെങ്കിലൊക്കെ ചിലർ പരീക്ഷിച്ച് കേൾക്കാറുണ്ട്. പക്ഷെ ആസിഫൊക്കെ പാടുമ്പോൾ നിങ്ങൾ ആ ഒരുമിച്ച് കുറച്ച് നല്ല രസമാണ് കേൾക്കാൻ. സ്റ്റേജ് ഷോ കാണുന്നവർക്ക് അറിയാം, കണ്ടവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഇതുവരെ കാണാത്തവർക്കൊക്കെ വേണ്ടി നമ്മൾ ഈ അൺപ്ലഗ്ഡ് സെറ്റപ്പില് ഒരു സൂഫി നല്ലൊരു സോങ് പാടാൻ പോവാണ്. ആസിഫ് പാടും. പിന്നെ ഈ സൂജിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കൂടിയപ്പോ അന്ന് ആസിഫും ആസിഫിന്റെ അനിയൻ അഫ്സലും ഉണ്ടായിരുന്നു. ഈ ഒരു സ്ലോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സിനിമ പാട്ടോ അങ്ങനെ വേറെ ഒന്നും പാടാനും തോന്നൂല. അതിലിങ്ങനെ എല്ലാവരും ഇരിക്കും. വല്ലാത്തൊരു ഫീലാണ് ആ ഒരു പാട്ട്. ഭയങ്കര ഭക്തിമയമാണ്, വേറൊരു ലെവലിൽ കൊണ്ടുപോണ ഒരു മ്യൂസിക്കാണ്. അത് നമുക്ക് तेरा रंग दमे तो तीजा तेरा रंग दमे तो जिया तेरे डंग समय तो तू ही तो मौला तू ही मौला मेरे ले ले तेरा रंग तमे तो तीजा तेरा रंग तमे तो जिया तेरे रंग समय तो तू ही तो मौला तू ही मौला मेरे ले ले मौला मेरे ले ले मेरे जान
तेरे संग कली होली, तेरे संग के दिवाली, तेरे अंगनों की छाया, तेरे संग सावन आया, फिर ले तो चाहे नजरे चाहे चुरा ले, उठ के तो आए गाले शर्त लगा ले, तीजा तेरा रंग तमे तो, तीजा तेरा रंग समय तो, तीजा तेरा रंग समय तो, तू ही तो मौला, तू ही या मौला मेरे ले मेरे जो, मौला मेरे ले मेरी जान, मौला हबीबुल्लाह। ഒന്നും പറയില്ല. അയ്യോ, അടിപൊളി. അമ്മോ, അടിപൊളി ആസിഫേ, സൂപ്പർ, ഒന്നും പറയില്ല. ആസിഫിന്റെ ഉമ്മ ഉണ്ട് ഇവിടെ, ഉറപ്പാ ഉണ്ട് ആസിഫിന്റെ. ഇത് ഞാൻ ഷൂട്ടിന് വരുമ്പോൾ എനിക്കറിയായിരുന്നു. ആസിഫ് പറഞ്ഞില്ലേ, എന്നോട് സംസാരിച്ചപ്പോഴും എനിക്കറിയാം ഒച്ചയൊക്കെ അടച്ചിട്ടിരിക്കുക. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് പിന്നെ ഇപ്പൊ അതൊന്നും പാടാൻ പറ്റില്ല. അയ്യോ, ഇനിയിപ്പോ സൂഫിയൊന്നും പാടാൻ പറ്റില്ലായിരിക്കും. എന്നാ സാരല്ലോ, ഉദിത് നാരായണനെ മാത്രം വെച്ച് പാടിപ്പിക്കാനൊക്കെ പറയാൻ വിളിച്ചത്. പക്ഷെ സോ ഹാപ്പി. ആസിഫ് പറയാനൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം പറയാം, നമ്മളല്ലല്ലോ പാടുന്നത്, ഉറപ്പായിട്ടല്ല, നമ്മളിലുള്ള ഒരു പോസിറ്റീവ് റബ്ബുൽ ആലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു കഴിവില്ല, അവൻ ചെയ്യിക്കുന്ന ഒരു കാര്യം. ഓ, നന്നായിരിക്കട്ടെ ആസിഫ്. എന്താ പറയാ, നല്ല നല്ല ഹിന്ദിയിലോ അങ്ങനെ ബോളിവുഡിലൊക്കെ അങ്ങനെ വരട്ടെ നല്ല അവസരങ്ങള്. ഒത്തിരി ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അത്രയും സിൻസിയറായിട്ട് ഇത് കാണുന്ന കുറച്ച് ആരെങ്കിലും ഒക്കെ നല്ല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടാലൻറ്റഡ്, അത്രയും ഇതായിട്ടുള്ളൊരു സിംഗറാണ്. എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ബ്ലാങ്ക് ശരിക്കും ആയിപ്പോയി. കുറേ പാട്ടുകളുണ്ട് ഇനി ആസിഫിൻ്റെ ഉണ്ടാവും. നമ്മളിനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഒന്ന് വിടാം.